നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. നമസ്കാരം. ലംബോദരനിരിക്കെ. ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കരുതി ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് അമ്പിളി വിളിച്ചത്. എന്നാ പിന്നെ ലംബോദരനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാ വരുന്നത്. ഇവിടെ കയറി ചീരുവിന്റെ മക്കളെയും മാഷിനെ ഒന്ന് കാണാമെന്ന് കരുതി. മക്കള് നല്ല ഉറക്കവാ. ഉണർത്തിയ വല്ലാത്ത കരച്ചിലായിരിക്കും. എന്നാലും അവരെ ഒന്ന് കണ്ടല്ലോ, അത് മതി. ചില കുഞ്ഞുങ്ങൾക്കൊരു പ്രായം വരെ കരച്ചിലും ചാട്ടിയും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഇരട്ട കുട്ടികൾക്ക്. കുറച്ച് വലുതാവുമ്പോ അവരായിരിക്കും ഏറ്റവും മിടുക്കരായി തീരുന്നത്. അത് മാഷ് പറഞ്ഞത് ശരിയാ. ആർച്ചമോളും ഭദ്രമോളും വളരുമ്പോ ചീരുവിനെ പോലെ തന്നെ നല്ല പക്വതയുള്ളവരായിരിക്കും. പക്ഷേ മാഷേ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ചീരും മോനും ഡിസ്ചാർജായി ഇവിടെ വന്നാൽ എല്ലാവർക്കും കൂടി ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാ. അതിന് ഞാൻ അവരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല ലംബോദര. ചീരുവിനെയും അവളുടെ മക്കളെയും പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകാനാണ് എന്റെ തീരുമാനം. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. വിനയൻ അവരെ ഇവിടെ നിർത്തണമെന്നും ഇവിടെ സൗകര്യം കുറവാണെന്നും പറഞ്ഞ് ചീരുവിനെയും കുഞ്ഞിനെയും അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹം കാണും. പക്ഷേ ഞാനതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. എന്റെ മക്കളുടെ എന്ത് വിശേഷങ്ങൾ വന്നാലും ഞാനുള്ളിടത്തോളം പഞ്ചരത്നത്തിൽ തന്നെയായിരിക്കും അത് നടത്തുന്നത്. അല്ലെങ്കിലും നാട്ടു നടപ്പും അങ്ങനെ തന്നെയാണല്ലോ. അതെ അതെ. ഞാനിത് വിനയനോട് പറഞ്ഞതാണ് മാഷേ. പക്ഷേ അവന് മനസ്സിലാവണ്ടേ? അത് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. എല്ലാറ്റിനും അതിൻ്റെതായ സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചിലതൊക്കെ അവന്റെ യുക്തി കൊണ്ടും ഭാഗ്യം കൊണ്ടും നടന്നല്ലോ. അതുപോലെ നല്ല മനസ്സോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്താ യഥാസമയം അവന് വന്നു ചേരേണ്ടതൊക്കെ വന്നു ചേർന്നിരിക്കും. എനിക്കത്ര ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായി മാഷേ. അവനൊരു എടുത്തിയാട്ടക്കാരനാ. എന്നാലും പഴയതുപോലെയുള്ള ആവേശം ഇപ്പോഴില്ല. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് തന്നെ ഭാഗ്യം. ശരിയാ. ഇനിയെങ്കിലും അതിമോഹം പാടില്ലെന്ന് ഞാൻ ഒന്നുകൂടി അവനെ ഉപദേശിക്കാം. മാഷിന്റെ രീതിയിൽ മാഷ ഒന്ന് പറഞ്ഞേക്ക്. അവന്റെ ആഗ്രഹം അവൻ ഉപേക്ഷിക്കും. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ മാഷേ? ആയിക്കോട്ടെ. എവിടായിരുന്നാലും ചീരും മക്കളും നന്നായിരിക്കണമെന്ന് എനിക്ക് ലതികയ്ക്കുള്ളൂ. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കണേ മാഷേ. അറിയിക്കാൻ ലംബോദര. അറിയിക്കേണ്ടതെല്ലാം ഞാൻ അറിയിച്ചിരിക്കും. മതി മാഷേ. ശരി, അത് മതി. എന്നാ ഞാൻ ആയിക്കോട്ടെ. ശരി അമ്പിളി. എന്നാ ശരി മാഷേ, പോയിട്ട് വരാം. മഞ്ചാടി. അമ്മയും ഞാനും തമ്മിൽ എങ്ങനെയായിരുന്നു എന്നും അമ്മയെ ഞാൻ എങ്ങനെ നോക്കിയിരുന്നെന്നും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇനി അതൊന്നും നിങ്ങളുടെ മനസ്സിലില്ലെങ്കിലും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഒരു മകൻ അമ്മയോട് ചെയ്യേണ്ട കടമകളൊക്കെ മറ്റാരേക്കാളും നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കടമയെക്കുറിച്ചും കടപ്പാടിനെ കുറിച്ചൊന്നും ആരും എന്നെ ഓർമ്മിപ്പിക്കണ്ട. അല്ല, പെറ്റമ്മയെ ഇങ്ങനെ കൈവിട്ട് കളയാവോ എന്ന ചോദ്യവും ആരും എന്നോട് ചോദിക്കാൻ വേണ്ട. അമ്മയുടെ കാര്യത്തിൽ ഇപ്പൊ എനിക്കുള്ള നിലപാട് ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞതാ. അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കതിൽ എറുപ്പില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ.
പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചർച്ച?